ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. പന്തളത്ത് നഗരസഭാ ഓഫീസിന് സമീപത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചതിനെ തുടർന്ന് കച്ചവടക്കാരും നഗരസഭാ ഭരണസമിതി അംഗങ്ങളും തമ്മിൽ തർക്കമുണ്ടായി. നഗരസഭ നിർമ്മിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കുള്ള റോഡ് നിർമ്മാണത്തിനായാണ് കച്ചവടക്കാരെ ഒഴിപ്പിച്ചതെന്ന് നഗരസഭാ അധികൃതർ പറയുന്നു. ഇന്നലെ രാവിലെ 8-ന് ഒഴിപ്പിക്കൽ ആരംഭിച്ചത്. പച്ചക്കറി, മത്സ്യം തുടങ്ങിയവ വിൽപ്പന നടത്തിവന്ന 3 കച്ചവടക്കാരെയാണ് ഒഴിപ്പിച്ചത്. പോലീസിന്റെ സഹായത്തോടെ എത്തിയ നഗരസഭാ അധികൃതർ ഷെഡ് പൊളിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ഏരിയ സെക്രട്ടറി പ്രമോദ് കണ്ണങ്കരയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ എതിർത്തതിനെ തുടർന്ന് തർക്കവും ബഹളവും ഉണ്ടായി. പിന്നീട് പോലീസിന്റെ സഹായത്തോടെ കച്ചവടം ഒഴിപ്പിച്ചു. 3 വ്യാപാരികൾക്കും ചന്തയിൽ സ്ഥലം നൽകാനും തീരുമാനമായി. ഓണത്തിന് മുൻപ് ഒഴിയണമെന്ന് അറിയിച്ചിരുന്നുവെന്നും നഗരസഭാ അധികാരികൾ പറഞ്ഞു. ഓണം കഴിയുന്നതുവരെ സമയം നൽകുകയും ചെയ്തു. ബുധനാഴ്ചയും ഉദ്യോഗസ്ഥർ ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും അല്ലാത്തപക്ഷം നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നെങ്കിലും ആരും മാറിയിരുന്നില്ല. തുടർന്നാണ് നടപടിയെടുത്തതെന്ന് നഗരസഭാ ഉപാധ്യക്ഷ പറഞ്ഞു. വികസനത്തിന്റെ പേരിൽ നാളുകളായി വഴിയോര കച്ചവട തൊഴിലാളികളെ ഭരണസമിതി ദ്രോഹിക്കുകയാണെന്ന് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ഏരിയ സെക്രട്ടറി പ്രമോദ് കണ്ണങ്കര പറഞ്ഞു. ബസ് ഇറങ്ങി വരുന്ന റോഡിനായാണ് രോഗികളും വികലാംഗരുമായവരെ ഒഴിപ്പിക്കുന്നതെന്ന് പറയുന്നത് കള്ളമാണ്. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയന്ത്രണ നിയമം പാലിക്കാതെ ഗുണ്ടായിസത്തിലൂടെയാണ് തൊഴിലാളികളെ ഒഴിപ്പിച്ചതെന്നും പ്രമോദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പന്തളം.